കാറിന്റെ കാറിനെ കുറിച്ച് പറയണം. ടയോട്ടറാണ് ഇത് നമുക്ക് കാണാൻ കൂടെ നോക്കിയാൽ തന്നെ കാണാം. ടയോട്ട സിമ്പിൾ മനോഹരമായ പിന്നെ ഇതിന്റെ അതെല്ലാ ടൊയോട്ടയിലും ഉണ്ടാവുള്ളൂ സാധാരണ. പിന്നെ സ്റ്റിയറിംഗിന്റെ ഒരു മുകൾ ഭാഗം എന്ന് പറയുന്നത് ഒരു സ്റ്റിയറിംഗ് കവറാണ്. മിക്സ് ചെയ്തിട്ട് അത് കാണുമ്പോൾ തന്നെ നോക്കും നമുക്ക് നല്ലൊരു അട്രാക്ഷൻ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വലത്തോട്ട് അടിക്കുമ്പോൾ ഇതിന്റെ വലത്തോട്ട് പോകും, ഇടത്തോട്ട് അടിക്കുമ്പോൾ ഇടത്തോട്ട് പോകും. വലത്തോട്ട് അടിക്കുമ്പോൾ വലത്തോട്ട് പോകും. അങ്ങനത്തെ വണ്ടി അങ്ങനത്തെ സാധാരണ. എനിക്ക് തോന്നിയൊരു സവിശേഷത എനിക്ക് തോന്നിയൊരു സവിശേഷത പറയുന്നത് വെച്ചാൽ ഇത് സ്റ്റിയറിംഗ് റൗണ്ട് ഷേപ്പിലാണുള്ളത്. പിന്നെ എല്ലാ വണ്ടിയിലും റൗണ്ട് ഷേപ്പിലാണ്, പെട്ടി ഷേപ്പിലുള്ളത്. അതിൽ തന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ചെരിക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് വലത്തോട്ട് ചെരിഞ്ഞു പോകും. അതേപോലെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ഇതിന്റെ ഫ്രണ്ട് ടയർ എല്ലാം ലെഫ്റ്റിലോട്ട് കാണാൻ പറ്റും. പിന്നെ പറയാനുള്ളത് മാക്സിമം ഓട്ടോമാറ്റിക് ആണ് കാണാൻ പറ്റും. ഇതാണ് ഓട്ടോമാറ്റിക്. അതില് ഫങ്ഷൻസ് കാണുന്നത് നമ്മൾ നോർമൽ പോകുന്നത്, പിന്നെ ഉള്ളത് എണ്ണ പറയുന്നത് നോട്ടിലാണ്, പിന്നെ ആർ എന്ന് പറയുന്നത് റിവേഴ്സ്, ബി എന്ന് പറയുന്നത് അറിയാം പാർക്കിംഗ്. ഇത് ഓരോന്നും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പാർക്കിംഗ് ഇടാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ പറയുന്നത് 4 ടയേഴ്സാണ് ഇതിലുള്ളത്. സീറ്റ്സ് നോർമൽ തന്നെ, ഫ്രണ്ടിൽ 2 സീറ്റ്, ഒരു പ്രൈവറ്റ് സീറ്റ്, ഒരു നോർമൽ സീറ്റ്. ഇതിന് തന്നെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ചാവിക്ക് കീച്ചെയിൻ ഇല്ല. കീച്ചെയിൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യയിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു കീ ഇത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 2 മിറർ ഉണ്ട്, 2 സൈഡ് മിറർ. ഞാൻ പറഞ്ഞെടുത്ത് ഇത് സെറ്റ് ഉണ്ടോ നിങ്ങളുടെ വണ്ടിയിൽ? പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്പേസ് ഉണ്ട്, നമുക്ക് വലിയ സെറ്റ്. പാട്ടോ? പാട്ടെല്ലാം മനസ്സിലായില്ല. അപ്പൊ ഇതാണ് സെറ്റ്. പിന്നെ പറയുന്നത് ഇത് വേറെ റയർ ഗ്ലാസ്. നമുക്ക് ഇതിൽ നോക്കിയാൽ പിന്നിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാണും. ഈ ഇവിടെ പിടിക്കണം, ഞാൻ പിടിക്കുന്നത് എന്താ പറഞ്ഞു പറയും. പിന്നെ കാണുന്നതാണ് ഇത്. ഇത് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ വരുന്ന എതിർദിശയിൽ നിന്ന് സൂര്യനെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ കണ്ണിലോട്ട് പതിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് താത്തി വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ അത് തടയാം, സൂര്യപ്രകാശം തടയാം. നമുക്ക് കംഫർട്ടായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചം നമ്മുടെ മുഖത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ കോമലിനൊപ്പം പാത്തുക്കുട്ടി.